CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ കൊടകരയിൽ പഴയ കെട്ടിടം ഇടിഞ്ഞുവീണ് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. പശ്ചിമ ബംഗാൾ സ്വദേശികളായ രൂപേൽ, രാഹുൽ, ആലിം എന്നിവരാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു. ആശയക്കുഴപ്പം നീങ്ങി. തൃശൂർ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ശനിയാഴ്ച അവധി തന്നെയെന്ന് സ്ഥിരീകരിച്ച് അധികൃതർ. ആശയക്കുഴപ്പമുണ്ടാക്കിയ സർക്കുലർ തൃശൂർ DEO പിൻവലിച്ചു. മാർത്തോമാ ശ്ലീഹയാൽ സ്ഥാപിതമായ പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിലെ ദുഃഖ്റാന തിരുനാൾ ജൂലൈ 3-നും തർപ്പണ തിരുനാൾ ജൂലൈ 12, 13 തീയതികളിലും ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ ചാവക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കടപ്പുറം മണത്തല മത്സ്യത്തൊഴിലാളി വികസനക്ഷേമ സഹകരണ സംഘം കോർ ബാങ്ക് സംവിധാനത്തിലേക്ക്. സംഘത്തിന്റെ നവീകരിച്ച ഓഫീസിന്റെയും കോർ ബാങ്ക് സംവിധാനത്തിന്റെയും നിക്ഷേപത്തിന്റെയും ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. സൈക്കിൾ നഷ്ടപ്പെട്ട വിദ്യാർത്ഥിക്ക് പുതിയ സൈക്കിൾ വാങ്ങി നൽകി മാതൃകയായി PTA കമ്മിറ്റി. പൊന്നിയൂർകുളം പൂഴിക്കള സ്വദേശി മാമ്പുള്ളി ഷാജിയുടെ മകൻ വിഷ്ണുവിന്റെ സൈക്കിളാണ് ആൽത്തറ ഗോവിന്ദപുരം ക്ഷേത്ര പരിസരത്തു നിന്ന് മോഷണം പോയത്. കണ്ടാണശ്ശേരി മുനിമട പരിസരത്ത് മാലിന്യം വലിച്ചെറിഞ്ഞവരെ കണ്ടെത്തി പിഴ ചുമത്തി പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം. തൃശൂർ ടൗൺഹാൾ കേന്ദ്രീകരിച്ച് PACL വെൽഫെയർ സൊസൈറ്റി സംഘടിപ്പിച്ച യോഗത്തിലെ ഭക്ഷണാവശിഷ്ടങ്ങളാണ് അലക്ഷ്യമായ രീതിയിൽ വലിച്ചെറിഞ്ഞതായി കണ്ടെത്തിയത്. പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി സ്വദേശി രാമചന്ദ്രന്റെ സഹധർമ്മിണി ഷീല രാമചന്ദ്രൻ ഗുരുവായൂരിലെ പൈതൃക മന്ദിരം സന്ദർശിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം സൗത്ത് യൂണിറ്റ് സമ്മേളനം സംഘടനയുടെ ബ്ലോക്ക് പ്രസിഡന്റ് MK സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറാന പള്ളിയിൽ ഈശോയുടെ തിരുഹൃദയ പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷിച്ചു. ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. എളവള്ളി പഞ്ചായത്തിലെ കാക്കശ്ശേരി കറുപ്പം വീട്ടിൽ അബ്ദുവിന്റെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ പിന്നീട് വനംവകുപ്പിന് കൈമാറി. കുട്ടികളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭ ലഹരിക്കെതിരെ കായിക ലഹരി വണ്ടർ ഗോൾ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഗ്രന്ഥശാല പ്രവർത്തകനും ലൈബ്രറിയനും താലൂക്ക് കൗൺസിൽ ജോയിന്റ് സെക്രട്ടറിയും ഓഫീസ് സ്റ്റാഫുമായിരുന്ന PS സതീശന്റെ 8ാമത് അനുസ്മരണ വാർഷികം സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കുന്നംകുളം വടക്കാഞ്ചേരി താലൂക്കുകളിൽ സംസ്ഥാന തൊഴിൽ വകുപ്പ് വിവിധ കർമ്മപരിപാടികൾ സംഘടിപ്പിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ കർഷക സഭ ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കമായി. ജൂൺ 26 മുതൽ 28 വരെയാണ് ചന്ത സംഘടിപ്പിച്ചിട്ടുള്ളത്. ചാലിശ്ശേരി പെരുമണ്ണൂരിൽ EPN നമ്പീശൻ മാസ്റ്റർ അനുസ്മരണവും അനുമോദന സദസ്സും നടത്തി. പുത്തൻകടപ്പുറം HILP സ്കൂളിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.